ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് വീട്ടിൽ തന്നെ ഒരു ചെലവുമില്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പം അത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫോഗിൻ്റെ ബോട്ടിലാണ്, ഇത് കഴിഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. അതിന് മുകളിൽ കാണുന്ന ആ സ്പ്രേ ചെയ്യുന്ന ആ ഒരു പൈപ്പ്, അത് നമ്മളൊരു കത്തി വെച്ചോ കമ്പി വെച്ചോ അങ്ങ് എടുക്കുകയാണ് വേണ്ടത്. പെട്ടെന്ന് തന്നെ പോരും. ഇപ്പം ഇതാ അതിന് മുകളിലായിട്ട് ഒരു ഹോൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇനി ഞാൻ ജസ്റ്റ് ഇതാ ഈ ഒരു അക്രോളിക് പെയിൻറ് റെഡ് കളറാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് ഈ ബോട്ടിലിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് കോട്ടൊന്നും കൊടുത്തിട്ടില്ല, ഒരൊറ്റ കോട്ട് മാത്രമാണ് ഞാനിത് അടിച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ ഇതാ വേണ്ടത് ഇതുപോലെ റൈസ്. ഇത് പഴയതായിരുന്നു കേട്ടോ, നമ്മൾ ഉപയോഗിക്കാത്ത കുറച്ച് അരിയാണ്. ഇത് ഞാൻ 2 ബൗളിലായിട്ട് ഈക്വലായിട്ട് എടുത്തിട്ടുണ്ട്. അതിലൊന്നിൽ ഞാൻ വൈറ്റ് കളർ അക്രോളിക് പെയിൻറ്റും ഒരു ബൗളിൽ റെഡ് കളർ അക്രോളിക് പെയിൻറ്റും ഞാൻ ജസ്റ്റ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാനിതാ ഇവിടെ ഇതുപോലൊരു ബഡ്സ് വെച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അരിയിലൊക്കെ നന്നായിട്ട് ഈ കളർ അങ്ങ് പിടിച്ചെടുക്കണം. അപ്പം ഞാനിതാ റെഡ് കളറും വൈറ്റ് കളറും നന്നായി മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങി കിട്ടണം. ഇപ്പം ഇതാ ഞാനൊരു ന്യൂസ് പേപ്പറിലേക്ക് 2 കളേഴ്സും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ആ ബോട്ടിൽ അങ്ങനെ അതിന് മുകളിലായിട്ട് ഫെവിക്കോൾ ആണ് കേട്ടോ, കുറച്ച് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് ജസ്റ്റ് ഈ അരി മിക്സ് ചെയ്ത് വെച്ചത് അങ്ങിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം ഇതാ നമുക്ക് ആ ബോട്ടിൽ മൊത്തം ഞാൻ ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നന്നായിട്ട് കവർ ചെയ്തിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് വിട്ടുപോരൊന്നുമില്ല. പിന്നെ ഇതാ ഞാനിവിടെ ഇത് നമ്മുടെ വീട്ടിലൊക്കെ സാധാ കാണുന്ന തെങ്ങിന്റെ ഓലയാണ് കേട്ടോ. ആ പട്ടയുടെ അറ്റത്ത് കാണുന്ന ആ ഒരു പോർഷനാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഞാൻ അതിന്റെ മുകളിലായിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്ത് കറക്റ്റ് ലെവലാക്കി. ഇനി ഇതിന് ഞാൻ അക്രോളിക് പെയിന്റ് വൈറ്റ് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അത് അതിൽ ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതാ ഇങ്ങനെ ഒരു കോട്ടൺ വെച്ചിട്ടാട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ബ്രഷ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതാ ഞാൻ ഇതുപോലെ ഒരു പഴയ ഇൻവിറ്റേഷൻ കാർഡാണ് കേട്ടോ ഇത്. അപ്പം ഇതിൽ ഞാൻ റെഡ് കളർ അക്രോളിക് പെയിന്റ് നന്നായി പെയിന്റ് ചെയ്തെടുത്ത് ഉണക്കിയെടുത്തതാണ്. അപ്പം ഇങ്ങനത്തെ കളർ പേപ്പേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അതിന് ഞാൻ ഇതുപോലെ ഒരുപാട് ലൗസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഇതുപോലെ ഒരു ഫെവിക്കോള് യൂസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പെയിന്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പട്ട ഉണ്ടല്ലോ, ആ ഓലയിൽ ഇതുപോലെ ഓരോ ലൗസിലും ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഓരോന്നായി അങ്ങ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പട്ടയ്ക്ക് പകരം വേണമെങ്കിൽ ഓരോ കമ്പോ അല്ലെങ്കിൽ ഈർക്കിള് അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിതാ മുഴുവൻ ലൗസും ഇതിലങ്ങ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതുപോലെയുള്ള നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഇതുപോലുള്ള നല്ല നല്ല വാലന്റൈൻസ് ഡേ ഗിഫ്റ്റൊക്കെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. പിന്നെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പം എന്തായാലും നല്ല ഒരു വീഡിയോ ആയി അടുത്ത പ്രാവശ്യം വരുന്നത് വരേക്കും ബൈ ബൈ.